ഹായ്, ജുനൈസാണ്. ഒരു കഥ പറഞ്ഞു തരാം. കഥയുടെ അവസാനത്തില് ഒരു കാര്യം പറഞ്ഞു തരാം. കഥ നടക്കുന്നത് ഇവിടെ സൗദി അറേബ്യയിലാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ശകാരിക്കുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു അറബിയായ കട മുതലാളി. ആ കടയിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയാണ് നമ്മുടെ കഥയിലുള്ളത്. അങ്ങനെ വർഷങ്ങളോളായിട്ട് ഈ ശകാരിക്കലും കുറ്റപ്പെടുത്തലും കേട്ട് കേട്ട് മടുത്ത തൊഴിലാളി ഒരിക്കൽ തന്റെ സുഹൃത്തിന്റെ അടുത്ത് ചെന്നിട്ട് പരാതി പറയുകയുണ്ടായി. എല്ലാ പരാതികളും പറഞ്ഞു തീർത്ത് അവസാനം ഈ സുഹൃത്തിനോട് ഈ തൊഴിലാളി പറഞ്ഞു, എന്റെ മുതലാളി എനിക്ക് എല്ലാ മാസാവസാനവും കൃത്യമായി ശമ്പളം തരുന്നുണ്ട്. കൂട്ടത്തിൽ കുറച്ചധികവും തരുന്നുണ്ട്. എനിക്ക് ആവശ്യമായിട്ടുള്ള ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുണ്ട്. എന്നാലും ഈ കുറ്റപ്പെടുത്തലും ശകാരിക്കലും കേട്ട് കേട്ട് എനിക്കൊരു മടുപ്പ് വന്നിട്ടുണ്ട്. അങ്ങനെ പരാതിയെല്ലാം കേട്ട് മനസ്സിലാക്കിയ ശേഷം ഈ സുഹൃത്ത് ഈ തൊഴിലാളിയുടെ അറബിയായ മുതലാളിയുടെ അടുത്ത് ചെന്നിട്ട് ചോദിക്കുകയുണ്ടായി, നിങ്ങൾ എന്തിനാണ് എന്റെ സുഹൃത്തിനെ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്കെല്ലാം പരാതി പറഞ്ഞ് കുറ്റപ്പെടുത്തിയും ബുദ്ധിമുട്ടാക്കുന്നത്? നിങ്ങൾക്കൊരല്പം കരുണ കാണിച്ചൂടെ, അല്ലെങ്കിൽ ഒരു അല്പം വിട്ടുവീഴ്ച ചെയ്തൂടെ? ഇതെല്ലാം കേട്ട് അറബിയായ മുതലാളി പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, സുഹൃത്തെ, എന്റെ കീഴിൽ ജോലി ചെയ്യുന്ന ഒരാളെയും ബുദ്ധിമുട്ടാക്കണം എന്നുള്ള ഒരു ഉദ്ദേശം എനിക്കില്ല. എന്നാലും എല്ലാ കാര്യങ്ങളും ചോദിച്ചു മനസ്സിലാക്കുകയും അതിന്റെ കാരണം അവരെ കൊണ്ട് വ്യക്തമാക്കുകയും ചെയ്യുന്നത് എന്നെയും അവരെയും സൃഷ്ടിച്ച സൃഷ്ടാവ് ഒരിക്കൽ ഇതിനെപ്പറ്റി എല്ലാം അവരോട് ചോദിക്കും. അതൊരു പക്ഷെ അവർക്ക് താങ്ങാൻ കഴിഞ്ഞോ? അതുകൊണ്ടാണ് അനുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ വെച്ച് അവസാനിക്കണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. തിരിച്ചെത്തിയത് തന്റെ സുഹൃത്ത് പറഞ്ഞത് കേട്ട തൊഴിലാളി കണ്ണു നിറച്ചുകൊണ്ടാണ് പിന്നെ മുതലാളിന്റെ അടുത്തേക്ക് വരുന്നത്. ഈ ഒരു കഥ ഇവിടെ സൗദി അറേബ്യയിൽ യഥാർത്ഥത്തിൽ നടന്നതാണ്. ഇനി ഞാൻ ഈ കഥയിൽ നിന്ന് എനിക്ക് മനസ്സിലായിട്ടുള്ള ചെറിയൊരു പാഠം നിങ്ങളുമായിട്ട് പങ്കുവെക്കാം. നമ്മുടെ ജീവിതത്തിലും ഈ കടമുതലാളിയായിട്ട് ബന്ധപ്പെടുത്താൻ പറ്റുന്ന ഒരുപാട് പേരുണ്ടാവും. നമ്മുടെ മാതാപിതാക്കളാവാം, അല്ലെങ്കിൽ വളർന്നു വന്ന കുട്ടികളാവാം, ആരും ഉണ്ടാവട്ടെ. ഒരു പക്ഷെ അവരെന്താണ് നമുക്ക് വേണ്ടി ഉദ്ദേശിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റിക്കോണമെന്നില്ല. അവര് നമുക്ക് വേണ്ടി കണ്ട നന്മ ഒരു പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലായിക്കോണമെന്നില്ല. ഇനി ഇതിനെല്ലാം പുറമെ നമ്മളുമായിട്ട് സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യുന്ന അവർ, മറ്റുള്ളവർ നമുക്ക് വേണ്ടി ഒരു നന്മയും കണ്ടിട്ടില്ലെങ്കിൽ കൂടി നമ്മൾ സൃഷ്ടിച്ച ഈ പ്രപഞ്ചത്തിന്റെ ശക്തി നമുക്ക് വേണ്ടിയിട്ട് നന്മ അതിൽ കണ്ടിട്ടുണ്ട്. കാരണം ഈ പ്രപഞ്ച ശക്തി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഇവിടെ വെച്ച് കാണുന്ന എല്ലാവരെയും അത് ഞാൻ മുൻകൂട്ടി നിങ്ങൾക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയുള്ള നിങ്ങളുടെ ജീവിതത്തിൽ ഈ കഥ ഉപകാരപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.